എൻ്റെ പേര് GS മണിക്കുട്ടനാണ്. 2023 മുതൽ ഞാനൊരു ദീർഘയാത്ര ചെയ്തിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ഞാനിപ്പോൾ ഗിന്നസ് മണിക്കുട്ടനായി അറിയപ്പെടുന്നു. എൻ്റെ സ്വദേശം തിരുവനന്തപുരം തന്നെയാണ്. അരുവിക്കര പഞ്ചായത്തിലുള്ള ചെറിയ കുണ്ണി എന്ന് പറയുന്ന സ്ഥലമാണ്. 69,207 കിലോമീറ്റർ റിപ്പീറ്റ് ഇല്ലാതെ ഇന്ത്യ മൊത്തമായിട്ട് ഓടി ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് 2023 എനിക്ക് ലഭിച്ചത്. ഇപ്പോൾ പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം, വരുന്ന അതായത് 15-ാം തീയതി കുവൈറ്റിൽ നിന്ന് ഞാൻ ഒരു ദീർഘയാത്ര, ഇൻ്റർനാഷണൽ യാത്ര ആരംഭിക്കുന്നു. 135 രാജ്യങ്ങൾ, 600 ദിവസത്തിൽ 2.5 ലക്ഷം കിലോമീറ്റർ. ഇതാണ് ടാർഗറ്റ് വച്ചിരിക്കുന്നത്. അത് ആഗസ്റ്റ് 15-ന് ഇന്ത്യൻ എംബസിയുടെ പരിസരത്ത് നിന്നിട്ട് ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് കടന്നു പോകും. എന്നിട്ട് ഒരു 3 ദിവസത്തെ പ്രിപ്പറേഷന് ശേഷം കടന്നു പോകും. ഒരുപാട്, അതായത് ഈ 2023 റെക്കോർഡിന് ശേഷം ഇതുവരെയും അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. എന്തുകൊണ്ട് കുവൈറ്റിൽ നിന്ന് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, ഞാൻ വാഹനം അവിടെ നിന്നാണ് എടുത്തിട്ട് നാട്ടിലേക്ക് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്ന് ആരംഭിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. നമ്മുടെ സാഹചര്യവശാൽ അറിയാമല്ലോ, അവിടെ നിന്ന് കാർ ഷിപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉടനെ ഈ പ്രശ്നങ്ങൾ സോൾവ് ആകുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടാത്തത് കാരണം ഞാൻ കുവൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കാം എന്ന് ഉള്ള പ്ലാനിലേക്ക് തിരിഞ്ഞു വരികയായിരുന്നു. ഇത് ഇപ്പോൾ നിലവിലുള്ള റെക്കോർഡെന്ന് പറഞ്ഞാൽ 111 രാജ്യങ്ങൾ 3 വർഷം കൊണ്ട് 2 അമേരിക്കൻസ് എടുത്തിട്ടുള്ളതാണ്. അതിനെ 600 ദിവസം കൊണ്ട് 135 രാജ്യങ്ങൾ കവർ ചെയ്ത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന വാഹനം കാണിച്ചു തരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, ജിംനിയാണ്. നമ്മുടെ ഒരുപാട് പേർക്കും ഇഷ്ടമില്ലാത്തൊരു വാഹനമാണ്. എന്നാൽ ഓഫ് റോഡ് കേപ്പബിലിറ്റി, ആഫ്രിക്കൻ സെക്ടറൊക്കെ ഒത്തിരി ഡേഞ്ചറസ് മോശമായ റോഡുകളുള്ളതുകൊണ്ടും എല്ലാ ടെറേനിലും ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് അത് 4 വീൽ ഡ്രൈവ് ആയ കാരണം ആ ഒരു ചെറിയ വണ്ടിയാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ആവശ്യമാകുന്ന, അതായത് കുവൈറ്റ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ മോഡിഫിക്കേഷനും ഒക്കെ വരുത്തി അങ്ങനെ യാത്ര പുറപ്പെടുന്നു. ആദ്യമായിട്ട് ഞാൻ, നമുക്കെല്ലാവർക്കും അറിയാം, പ്രശസ്തമായ ഇറാഖിലോട്ട് കയറി അതുവഴി തുർക്കിയിൽ ഇറങ്ങിയിട്ട് നേരെ യൂറോപ്പിൽ കയറി ഉക്രൈനൊക്കെ പാസ് ചെയ്താണ് ഈ ഫസ്റ്റ് സെക്ഷൻ ഞാൻ തീർക്കുന്നത്. 30,000 കിലോമീറ്റർ 40ഓളം രാജ്യങ്ങളിലൂടെയാണ് ആദ്യത്തെ സെക്ഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് തുടരണം എന്നുള്ളതാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു യാത്രയിൽ 135 രാജ്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ റെക്കോർഡിൻ്റെ പ്രത്യേകത. പലപ്പോഴായിട്ട് ഒത്തിരി പേര് യാത്ര ചെയ്യുന്നുണ്ട്. 135 കൂടുതൽ രാജ്യങ്ങൾ വാഹനത്തിൽ ഓടിച്ചു പോയവരുമുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്ലാനിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക വലിയ ടാസ്ക്. പിന്നെ ഉറങ്ങാനുള്ള സെറ്റപ്പുകളും ഞാൻ മുമ്പ് ഇന്ത്യയിൽ ചെയ്ത് പരിചയമുള്ള രീതിയിൽ കുക്കിങ്ങിനുള്ള സെറ്റപ്പ്, അങ്ങനെയുള്ള നാവിഗേഷൻ സിസ്റ്റംസ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പുറപ്പെടുന്നത്. ഒറ്റയ്ക്കാണ്. 2 പേർ ചേർന്ന് എടുത്ത റെക്കോർഡാണ് ബ്രേക്ക് ചെയ്യുക. മുന്നേ നാട്ടിൽ ഇവിടെ ചെയ്തതും അത് തന്നെയാണ്. 4000 കിലോമീറ്റർ മാത്രം ദൂരമുള്ള അല്ലെങ്കിൽ നീളമുള്ള ഇന്ത്യയിൽ 69,207 കിലോമീറ്റർ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. GS മണിക്കുട്ടൻ എന്നോ ഗിന്നസ് മണിക്കുട്ടൻ എന്നൊക്കെ ആയാൽ ഗൂഗിളിൽ കിട്ടുന്നതാണ്. അത് ഓടിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ വിജയം വരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ. 53 വയസ്സുള്ള ഒരു മധ്യവയസ്കനാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് വയസ്സനല്ല, എന്നാലും ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കുക ദയവായി. മുന്നേ എനിക്ക് നേടിയ റെക്കോർഡുകളൊന്നും വേണ്ട രീതിയിൽ അതായത് ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട്, ഒരു മലയാളി എന്ന നിലയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ എന്ന നിലയിലോ ഞാൻ ജനത്തിൻ്റെ ഇടയിൽ അറിയണമെന്ന് ചിന്തിച്ചിട്ടോ, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടാൻ, അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് ഞാൻ എത്തുമ്പോൾ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്നുള്ള എനിക്കൊരു കോണ്ടാക്ട് കിട്ടാനൊക്കെ തീർച്ചയായിട്ടും മീഡിയ എനിക്ക് സഹായമാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആഫ്രിക്ക ഒരു ഭാഗം, അതായത് കെനിയ ആ സൈഡ്, തൻസാനിയ ഒക്കെ ഒരുപാട് ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ മറു സൈഡ് ടോങ്കോ, കാമറൂൺ, നൈജീരിയ എന്നുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. എന്നെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒക്കെ എല്ലാവരും അതിൽ നിന്ന് പിന്മാറാൻ സ്നേഹത്തോടെയും അധികാരത്തോടെയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിയമതടസ്സം കൂടാതെ, അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററിയോ പോലീസോ ഗവൺമെൻറ് എന്നെ തടഞ്ഞില്ലെങ്കിൽ കടന്നു പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.
എന്നാൽ മാത്രമാണ് ഈ 135 രാജ്യങ്ങൾ കവർ ചെയ്യാൻ കഴിയുക. ഐലൻഡ്സിലൊന്നും കാര്യമായിട്ട് പോകാൻ കഴിയത്തില്ല. UK പോകുന്നുണ്ട്, അതിൽ റോഡ് ലാൻഡ് കണക്ഷൻ ഉണ്ട്. മറ്റുള്ളത് രാജ്യങ്ങളോ കഴിയുന്ന പല രാജ്യങ്ങളിലും ഞാൻ പ്ലാൻ ചെയ്തതിൽ ഇപ്പോൾ പോകാൻ കഴിയാത്തതുകൊണ്ട് ഈജിപ്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് നൈജീരിയയോ സുഡാനോ എത്യോപ്യയോ ഒന്നും ലാൻഡ് വഴി ക്രോസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഞാൻ പോകുന്ന വഴികൾ ക്ലിയറായി കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം കടന്നില്ലെങ്കിൽ മറ്റു രാജ്യത്തിനും കൂടെ പാസ് ചെയ്യാൻ പറയണം. പക്ഷേ ഈജിപ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങും പോകാൻ കഴിയില്ല, തിരിച്ചു കയറുക അല്ല വഴിയില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. അത് കാരണം നമ്മൾ മൊറോക്കോ വഴിയാണ് കയറുന്നത്. മൊറോക്കോ കയറി താഴെ കൂടെ വന്നിട്ട് കെനിയ വരെ വന്നിട്ട് വീണ്ടും വണ്ടി അർജൻറ്റീനയിലേക്ക് ഷിപ്പ് ചെയ്ത് വീണ്ടും അമേരിക്കൻ യാത്ര പൂർത്തിയാക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ദയവായി സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് മീൻസ് ഒരു വലിയൊരു പബ്ലിസിറ്റി എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്ത മലയാളികളുള്ളതിടത്തോളം എല്ലാവർക്കും ഇത് അറിയാൻ കഴിയും. അപ്പോൾ അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വരുന്നുണ്ട് വഴിയിൽ വെച്ച് കണ്ടാലായാലും ഒരു ഹായ് കിട്ടുക എന്ന് പറഞ്ഞാൽ രാജ്യം വിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് നാട് വിട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ്, ഞാൻ വിവാഹിതനാണ്, 2 കുട്ടികളുള്ള ആളാണ്. വളരെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആഗ്രഹം അടങ്ങാത്ത ഈ ഡ്രൈവിങ്ങിനോടുള്ള ആവേശം കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദ്യമം ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അത് ഇന്ത്യക്ക് ഒരു അഭിമാനമായി, മലയാളി എന്നുള്ള നിലയിൽ നമുക്കൊരു അഭിമാനമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിനെ അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതുവരെ ആരും പ്രധാനമായിട്ടും ഫണ്ടിങ് ഒന്നും ചെയ്തിട്ടില്ല. സുസുക്കിയിലൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട്, അവർ റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പോൾ നാളെ അവിടെ എത്തും. സുസുക്കിയുമായിട്ട് വീണ്ടും ഒരു ഡിസ്കഷൻ ചിന്തിക്കുന്നു. ഒരുപക്ഷെ അവരെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുസുക്കിയുടെ വാഹനമാണ് ഞാൻ ജിംനി എന്ന് പറയുമ്പോൾ മാരുതി സുസുക്കിയുടെ വാഹനമാണ്. അപ്പോൾ ഇല്ല സ്പോൺസർ ചെയ്തതല്ല, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച് മോഡിഫൈ എല്ലാം ചെയ്ത് വെച്ചിട്ട് അവരെ അറിയിച്ചു നിങ്ങളുടെ വാഹനമായിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു, എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ഡയറക്ടർ, കുവൈറ്റിൻ്റെ ഡയറക്ടർ അവിടെ സ്ഥലത്തില്ലാത്ത കാരണം പെൻഡിങ്ങിലിരിക്കുക. എൻ്റെ സ്വന്തം ഞാൻ ഓപ്റ്റീഷ്യൻ, ഈ ഐ ഗ്ലാസ് ഉണ്ടാക്കി വയ്ക്കുന്ന ഷോപ്പ് കുവൈറ്റിലും ഉണ്ട്, ട്രിവാൻഡ്രത്ത് പാറശാലയിലും ഉണ്ട്. ആ ജോലിയാണ്. മാലിയ, കുവൈറ്റ് സിറ്റി ആണ് എൻ്റെ ലക്ഷ്യം. കുവൈറ്റിൽ നിന്ന് ഇറാഖിലേക്ക് കയറാനാണ് ഇപ്പോൾ. വിസ എടുത്തിട്ട് അവിടെ സ്പോൺസർ, അതായത് കൂടെ ആളുണ്ടാകണമെന്നൊക്കെ ഒരു റൂള് പറയുന്നുണ്ട്. പാസ് ചെയ്യും. തുർക്കിയിൽ എക്സിറ്റ് ആവാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇൻ കേസ് അത് നടക്കാതെ ബി പ്ലാനായിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് സൗദി വഴി കയറി ജോർദാൻ, സിറിയ വഴി തുർക്കിയിലേക്ക് ഇറങ്ങുകയാണ് പ്ലാന്. യുദ്ധം ജോർദാനിലുണ്ട്, ഇറാഖിലുണ്ട്, കുവൈറ്റിൽ പോലും ഉണ്ട്. ഇപ്പോൾ ശാന്തമായിട്ട് എന്തോ വിസയൊക്കെ നമ്മൾ ഇപ്പോൾ ഈ യൂറോപ്പ് കംപ്ലീറ്റ് സെക്ടറും, എനിക്ക് US വിസ, കാനഡ വിസ, ഈ വിസകളെല്ലാം ഓൾറെഡി ഉള്ളതാണ്. അതുകൊണ്ട് വിസയ്ക്ക് കുറച്ച് സപ്പോർട്ടുണ്ട്. ഭാഗ്യവശാൽ ഷെങ്കൻ വിസയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കൊഴിപ്പിച്ച് കളയുന്നത്. അതും ഗ്രീസ് എംബസിയിൽ നിന്ന് വളരെ കൺവീനിയൻ്റ് ആയിട്ട് 1 വർഷത്തേക്ക് മൾട്ടിപ്പിൾ എൻട്രി 90 ദിവസം സ്റ്റേ ആവുന്ന രീതിയിൽ കിട്ടി. അതായത് ഞാൻ ഇപ്പോൾ ഇതുവഴി പോയിട്ട് റഷ്യയിൽ ഇറങ്ങുമ്പോൾ എക്സിറ്റായി, അല്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും കയറുമ്പോൾ ഈസി ആയിട്ട് കിട്ടും, അത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയും. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു വിസയിലാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയത്. ബാക്കി ഐലൻഡായിട്ടെന്ന് പറഞ്ഞാൽ അയർലൻഡിൽ പോവും, പിന്നെ സ്കോട്ട്ലാൻഡ്, അങ്ങനെയൊക്കെ പോയി വരണമെന്നാണ് താല്പര്യം. ഈ പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഫ്ലൈറ്റിലൊക്കെ പലയിടത്തും പോയിട്ടുള്ളതാണ്, അമേരിക്ക ഉൾപ്പെടെ. തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് പരിമിതികളുണ്ടാവും. എന്നാലും ഇപ്പോൾ അതായത് മറ്റേ ഇന്ത്യൻ യാത്രയിൽ ഞാൻ പതിയെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു ഇൻഫർമേഷൻ, ജസ്റ്റ് ഇങ്ങനെ ഒരാൾ പോകുന്നു, അയാൾ എന്തായി എന്ന് നോക്കുന്ന ആൾക്ക് അറിയാമെന്നുള്ള രീതിയിൽ കുറച്ചെങ്കിലും ഒരു സ്റ്റാറ്റസ് പോലെയെങ്കിലും തീർച്ചയായിട്ടും അപ്ഡേഷൻ ഡെയിലി ഞാൻ ഇന്നതാണ് ചെയ്യുന്നതെന്ന് നെറ്റ്വർക്കിൻ്റെയൊക്കെ ഇതുണ്ടാവും, അതനുസരിച്ചിട്ട് അറിയിച്ചുകൊണ്ടേയിരിക്കും. 7677737772 ഈ നമ്പർ വാട്സപ്പിലും കോളിങ്ങിനായിട്ടും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇൻ്റർനാഷണൽ റോമിംഗ് ഒക്കെ 1 വർഷത്തേക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. 600 ദിവസമാണ് ടാർഗറ്റ്. ദയവായി ഇന്ന് ന്യൂസ് കൊടുത്ത് വിടുമായിരിക്കാം, പക്ഷേ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രതിനിധികളുള്ള സ്ഥലങ്ങൾ, UK എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റും മറ്റ് എന്തൊക്കെയോ ന്യൂസ് ആൾക്കാരൊക്കെ ഉണ്ട്. അതന്നെ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒന്ന് കാണാനുള്ള ഒരു കോണ്ടാക്ട്സ് ജസ്റ്റ് തരിക. പിന്നെ ആഫ്രിക്കൻ സെക്ടർ എനിക്ക് വലിയ പിടുത്തമില്ല സത്യം പറഞ്ഞാൽ, എന്താവുമെന്നോ എങ്ങനെയാണെന്നോ. പക്ഷെ അതും വിജയകരമായി മലയാളികളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് അറിയാം.